Okay. So for the last class, we have already discussed about what is different types of thermometers and thermometric properties. എത്ര ടൈപ്പ് തെർമോമീറ്റേഴ്സ് പഠിച്ചു നമ്മൾ? തെർമോമീറ്റേഴ്സ് ആദ്യം പഠിച്ചു കോൺസ്റ്റന്റ് വോളിയം, പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ പഠിച്ചു, റെസിസ്റ്റൻസ് പഠിച്ചു, തെർമോമീറ്റർ പഠിച്ചു, തെർമോ കപ്പിൾ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? പൈറോമീറ്റർ പഠിച്ചു, റേഡിയേഷൻ പൈറോമീറ്റർ പഠിച്ചു, ഒപ്റ്റിക്കൽ പൈറോമീറ്റർ പഠിച്ചു. എന്നൊക്കെ പറഞ്ഞ കാര്യമാണല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 5 5 ടൈപ്പ് ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് 5 types of thermometers and the thermometric properties, which are the constant volume gas thermometer, constant pressure gas thermometer, thermocouple, electric resistance thermometer and pyrometer. ഈ 5 കാര്യങ്ങളുടെ ഇതിൻ്റെ 5 ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതിൻ്റെ ഫിഗർ എന്താണ് വരുന്നതെന്നും അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലനേഷൻ എന്നും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. റൈറ്റ്. ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇതിൽ 5 ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒപ്റ്റിക്കൽ ഫെറോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താ സംഭവം എന്നുള്ളത്. സോ our last topic is temperature scales. Temperature scales. Temperature scales എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള സ്കെയിൽസ് അല്ലേ. ടു ഡിനോട്ട് ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിൽസ് ആണ് ടെമ്പറേച്ചർ സ്കെയിൽസ്. റൈറ്റ്. അപ്പോൾ അതിന് 3 സെക്ഷൻസ് ഉണ്ട്. ലൈക്ക് ബിഫോർ 1954, ആഫ്റ്റർ 1954 ആൻഡ് ആഫ്റ്റർ 1968. അങ്ങനെ 3 കാലങ്ങളിലായിട്ട് ടെമ്പറേച്ചർ സ്കെയിൽസിന് പരിണാമം സംഭവിച്ചിട്ടുണ്ട്. റൈറ്റ്. ഫോർ ദ ആൻഷ്യൻ ടൈംസ്, റൈറ്റ്, ബിഫോർ മെത്തേഡ് യൂസ്ഡ് ബിഫോർ 1954, is we had that scales is we already know that is Celsius scale and Fahrenheit scale. Celsius സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും നമുക്ക് ആദ്യമേ അറിയാവുന്ന ടോപ്പിക്സ് ആണ്. അതായത് എന്താണ് സെൽഷ്യസ് സ്കെയിൽ? സെൽഷ്യസും അറിയാം നിങ്ങൾക്ക്, കെൽവിനും അറിയാം നിങ്ങൾക്ക്, ഫാരൻഹീറ്റും അറിയാം അല്ലേ. ബട്ട് late before 1954 the used method was that is Celsius scale and Fahrenheit scale. These both scales are derived from that a particular property called steam point and ice point. Here it is noted as steam point and ice point. Steam point ennaanu, ice point ennaanu. Steam point and ice point. Steam point എന്ന് പറഞ്ഞാൽ the boiling point of water at a given atmosphere. A boiling point ആണ് denote ചെയ്യുന്നത്. Boiling point ആണ് steam point, right? So ice point എന്ന് പറഞ്ഞായിരിക്കും സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീം ആവാനുള്ള പോയിന്റ്, അതായത് ലിക്വിഡ് ഗ്യാസ് ആവാനുള്ള സ്റ്റേജ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സ്റ്റീം പോയിന്റ്, ദാറ്റ് ഈസ് അതായത് ബോയിലിംഗ് സ്റ്റേജ് അല്ലേ. ബോയിലിംഗ് പോയിന്റ്, ദാറ്റ് ഈസ് ബോയിലിംഗ് പോയിന്റ്. ആൻഡ് ഐസ് പോയിന്റ് ഈസ് ഐസ് ആവാനുള്ള പോയിന്റ്, ദാറ്റ് ഈസ് ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് ആയിരിക്കും ഐസ് പോയിന്റ്. റൈറ്റ്. Based on these 2 type of theory or 3 type of property, the scales are classified or class are invented before 1954 as Celsius scale and Fahrenheit scale. അപ്പോൾ സ്റ്റീം പോയിന്റ് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ആണ് അല്ലേ. ബോയിലിംഗ് എന്താ വാട്ടറിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? സെൽഷ്യസ് സ്കെയിലിൽ 100 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീം പോയിന്റ്. ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. റൈറ്റ്. ഐസ് പോയിന്റ് ആണെങ്കിൽ ഐസ് ആവാനുള്ള 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഫാരൻഹീറ്റ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ആ ഇന്റർവൽ എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആണ്, 0 to 32 to 212. റൈറ്റ്. അപ്പോൾ അതാണ് സെൽഷ്യസ്. വാട്ട് ഈസ് സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ദേ ബോത്ത് ആർ ഡിറൈവ്ഡ് ഫ്രം സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ് ലേറ്റർ ബിഫോർ 1954. ആൻഡ് ഫോർ സ്റ്റീം പോയിന്റ്, ഫോർ സെൽഷ്യസ് സ്കെയിൽ ദ ബോയിലിംഗ് പോയിന്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഐസ് പോയിന്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. നമുക്കറിയാം വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും. ആൻഡ് ഫോർ ഫാരൻഹീറ്റ് സ്കെയിൽ ആണെങ്കിൽ 212 32. റൈറ്റ്. അപ്പോൾ അതിന് റിലേഷൻ ഉണ്ടാവും അല്ലേ. നമുക്ക് ഡിഗ്രി സെൽഷ്യസിലുള്ളത് ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ ഫാരൻഹീറ്റ് എന്ന ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്നിട്ട് നമ്മൾ റിലേഷൻ ഉണ്ടാവും. ആ റിലേഷനാണ് താഴെ കൊടുത്തേക്കുന്നത്. The relation between a particular value of C on Celsius scale and Fahrenheit scale is already mentioned below. That is C by 100 equal to F minus 32 by 180. അതായത് നമുക്ക് ഒരു ഡിഗ്രി സെൽഷ്യസ്, ഒരു മിനിമം ഒരു 30 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ ഇസ് ഗിവൺ ആൻഡ് യു വാണ്ട് ടു കൺവേർട്ട് ഇൻ ടു ഫാരൻഹീറ്റ് സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ 30 is C, F കണ്ടുപിടിക്കണം. റൈറ്റ്. അപ്പോൾ 30 by 100 equal to F minus 32 by 180 and you can find F. അപ്പോൾ എത്ര ഫാരൻഹീറ്റ് സ്കെയിൽ ആണെന്നുള്ളത് മനസ്സിലാവും. അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. അത് സിംപ്ലിഫൈ ചെയ്ത ഫോമാണ് വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. C by 5 equal to F minus 32 by 9. റൈറ്റ്. അത് ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ബട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് മാറ്റണമെങ്കിൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ഇസ് ഗിവൺ ആസ് ഡെൽറ്റ ടി എഫ് ഫാരൻഹീറ്റ് ആണെങ്കിൽ ഡെൽറ്റ ടി സി ഡിഗ്രി സെൽഷ്യസ് കിട്ടുക. ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഫോർമുലയാണ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു 1.8 ഡെൽറ്റ സി. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു 1.8 ഡെൽറ്റ ടി സി. ഇത് നമുക്ക് കാര്യമായി പറയേണ്ട കാര്യമില്ല, കാരണം വാട്ട് ഈസ് ഡിഗ്രി സെൽഷ്യസ്, വാട്ട് ഈസ് കെൽവിൻ സ്കെയിൽ, വാട്ട് ഈസ് ഫാരൻഹീറ്റ് സ്കെയിൽ, ഇതൊക്കെ നമുക്ക് ഈ കെമിസ്ട്രി ഫിസിക്സ് +2 കാലം മുതൽ അറിയുന്ന കാര്യമാണ്. റൈറ്റ്.
അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ 3 കാലഘട്ടങ്ങളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഡേറ്റഡ് ബിഫോർ 1954. ഇറ്റ് ഈസ് സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിൽ. ആൻഡ് ഫോർ ആഫ്റ്റർ 1954 ശേഷം കണ്ടുപിടിച്ചതാണ് മെത്തേഡ് യൂസ്ഡ് ആഫ്റ്റർ 1954 ഈസ് കെൽവിൻ സ്കെയിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. Kelvin scale was introduced. Before 1954, it is Celsius scale and Fahrenheit scale. And after 1954, they are invented Kelvin scale. Kelvin scale one of the Kelvin scientist on Kelvin. So Kelvin denoted that very point, a triple point and a point on them searched a triple point of water. Triple point of water on the theory and introduced. Other one on Kelvin scale not watch. Triple point, which means that triple point refers to as അതായത് ഒരു പെർട്ടിക്കുലർ ട്രിപ്പിൾ പോയിന്റ് എന്നുള്ള കൺസെപ്റ്റാണ് ഈ കെൽവിൻ സ്കെയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ചത്. വാട്ട് ഈസ് ട്രിപ്പിൾ പോയിന്റ് മീൻസ് ആ പെർട്ടിക്കുലർ പോയിന്റിൽ ട്രിപ്പിൾ പോയിന്റ് എന്നുള്ള പോയിന്റ് ഉണ്ടാവും. ആ പെർട്ടിക്കുലർ പോയിന്റിൽ ബോത്ത് ലിക്വിഡ്, ഗ്യാസ് ആൻഡ് സോളിഡ്, ബോത്ത് 3 particles, 3 phases, liquid, gas and solid together will be in a coexist in equilibrium. എല്ലാവരും ഇക്വിലിബ്രിയം സ്റ്റേജ് വേറെ ആയിരിക്കും. ബട്ട് ഇൻ എ ട്രിപ്പിൾ പോയിന്റ് ഇറ്റ് സ്റ്റേജ് ദാറ്റ് ഇൻ എ ട്രിപ്പിൾ പോയിന്റ് ലിക്വിഡ്, ഗ്യാസ് ആൻഡ് സോളിഡ് ടുഗദർ കോഎക്സിസ്റ്റ്, എല്ലാം ഒരുപോലെ ഇക്വിലിബ്രിയത്തിലായിരിക്കും ആ ട്രിപ്പിൾ പോയിന്റ്. ആ പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ടോട്ടൽ തിയറികൾ ഒറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ആ പോയിന്റിനെയാണ് കെൽവിൻ സ്കെയിൽ പോയിന്റ് എന്ന് പറയുന്നത്. സെൽഷ്യസ് സ്കെയിൽ ബിക്കം ഈക്വൽ ടു എന്തായിരിക്കും? കറക്റ്റ് വാല്യൂ പറയുകയാണെങ്കിൽ 273.15 ആണ്. നമ്മൾ എടുക്കുന്ന 273 ആണല്ലേ കെൽവിൻ സ്കെയിൽ. സോ a particular point was denoted by Kelvin by a theory which states that a triple point is introduced. In a triple point, the gas, liquid and solid together coexist in equilibrium. Okay. For degree Celsius, 1 degree Celsius equal to 273 Kelvin. 1 degree Celsius equal to 273 Kelvin. Right? That is Kelvin scale. It was introduced by Kelvin in later method used after 1954. Right? അപ്പോൾ അതിനുശേഷം ഇത് രണ്ടും അല്ലാതെ മൂന്നാമതൊരു സ്കെയിൽ, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ ടെമ്പറേച്ചർ സ്കെയിൽ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് പഠിക്കാനുള്ളൊരു സ്കെയിൽ. ദിസ് ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ സ്റ്റേജ് ഇറ്റ് സ്റ്റേജ് ദാറ്റ് അത് ട്രിപ്പിൾ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ സ്കെയിലാണ്. ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രജൻ, ബോയിലിംഗ് പോയിന്റ് ഓഫ് സംതിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ടിപ്പിക്കൽ റെഫറൻസ് പോയിന്റ് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ സ്കെയിലാണ് ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ ടെമ്പറേച്ചർ സ്കെയിൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റീപ്രൊഡ്യൂസിബിൾ റെഫറൻസ് ടെമ്പറേച്ചേഴ്സ് or primary fixed points defined by a number of pure substance. That is, it says that triple point represents the equilibrium state between solid, liquid and vapor phase. Triple point. That's the base. Triple point based on triple point says that it's a point where liquid, solid and gas together coexist in equilibrium. Right? അതാണ് അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ട്രിപ്പിൾ പോയിന്റ് ആണ്. റൈറ്റ്. ദ സെക്കൻഡ് പോയിന്റ് ഈസ് നോർമൽ പോയിന്റ് ആൻഡ് നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. നോർമൽ ബോയിലിംഗ് പോയിന്റ് ആൻഡ് നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നോർമൽ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ബോയിലിംഗ് ഈസ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ആ ഒരു തിയറി നോർമൽ ബോയിലിംഗ് പോയിന്റിനും നോർമൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന തിയറി കൊണ്ടുവന്നത് ഇവിടെയാണ്. റൈറ്റ്. Boiling point is temperature at which a substance boils at a standard atmospheric pressure of 760 mm of Hg. 760 mm of Hg എന്ന് പറയുന്നതാണ് 760 mm of mercury. of mercury എന്ന് പറയുന്നതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്, നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലിക്വിഡ് ബോയിൽ ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. റൈറ്റ്. അങ്ങനെ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? അത് ഐസ് ആവാനുള്ള പോയിന്റ്. അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ റേഞ്ചിൽ അത് ഐസ് ആവാനുള്ള ഒരു പോയിന്റ് ആണ് നോർമൽ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ നോർമൽ ഫ്രീസിംഗ് പോയിന്റ്, നോർമൽ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ട്രിപ്പിൾ പോയിന്റ്. ആ ട്രിപ്പിൾ പോയിന്റ് എന്നും ബോയിലിംഗ് പോയിന്റ് എന്നും ഫ്രീസിംഗ് പോയിന്റ് ബോത്ത് 3 ideas are to the correlated to form a theory, to form a scale called International Practical Temperature Scale. അതിന് ഒരുപാട് ഫിക്സഡ് റെഫറൻസ് പോയിന്റ്സ് അത്. That is triple point of hydrogen. ഇതിനെ ഈ ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ ടെമ്പറേച്ചർ സ്കെയിൽ ബേസ് ചെയ്തിട്ട് ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ, there is a value for triple point of hydrogen, like
ടെർമിനലും കെൽവിനും എടുക്കുന്നത് 13.81 കെൽവിൻ അല്ലെങ്കിൽ കെൽവിനൊക്കെ എടുക്കും. ഡിഗ്രി സെൽഷ്യസ് എടുക്കുമ്പോൾ -259.34. ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ. ട്രിപ്പിൾ പോയിന്റ് എന്താണ്? ഹൈഡ്രജന്റെ കേസിൽ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ് ഈ 3 പാർട്ടിക്കിളും 3 ഫേസസും ടുഗദർ കോ എക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം ആവുന്ന ഹൈഡ്രജന്റെ പോയിന്റ് ആണ് 259.34. റൈറ്റ്? ഡിഗ്രി സെൽഷ്യസ് ഫോർ ഹൈഡ്രജൻ ആൻഡ് 13.81 ഫോർ കെൽവിൻ. അങ്ങനെ വാട്ടറിനെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. വാട്ടറിനെ നോക്കിയതാ. 7th പോയിന്റ് ഈസ് വാട്ടർ. വാട്ടറിൻ്റെയാണ് നമ്മുടെ പോയിന്റ്. കെൽവിനൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. റൈറ്റ്? ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് കെൽവിൻ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ടെമ്പറേച്ചർ ഇല്ലാത്ത ഒരു സെൽഷ്യസ് അവസ്ഥയുണ്ടല്ലോ, അതിലാണ് ഈ 3 പോയിന്റും വരുന്നത്. അവിടെ നിന്നാണ് ബോയിലിംഗ് തുടങ്ങുന്നത്. അവിടെ നിന്ന് താഴോട്ടേക്കാണ് ഐസ് ആവുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റും കോ എക്സിസ്റ്റിംഗ് ഇക്വിലിബ്രിയം ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. വാട്ടറിന്റെ കേസ് 273 കെൽവിനിലാണ്. റൈറ്റ്? ആഡ് ഈസ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ. സോ ടുഗദർ ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ കൊടുത്തിട്ടുണ്ട്, ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഓക്സിജൻ ഇസ് ദർ, നോർമൽ ബോയിലിംഗ് പോയിന്റ് ഇസ് ദർ, നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഇസ് ദർ. ഡിഫറെന്റ് ഓക്സിജന്റെയും വാട്ടറിന്റെയും ഹൈഡ്രജന്റെയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ്? അപ്പം നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആന്റിമണി എന്നുള്ള പോയിന്റ്, നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആന്റിമണി 30.74 അങ്ങനെയുള്ള പോയിന്റുകളുണ്ട്. റൈറ്റ്? സിൽവർ പോയിന്റ്, ഗോൾഡ് പോയിന്റ്, അങ്ങനെ ഡിഫറെന്റ് പോയിന്റ്സ് അത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ഗോൾഡ്, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സിൽവർ, ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സിങ്ക്. ഓക്കെ, സിങ്ക് പോയിന്റ്, സിൽവർ പോയിന്റ്, ഗോൾഡ് പോയിന്റ്, അങ്ങനെ ആന്റിമണി പോയിന്റ്, അങ്ങനെ ഡിഫറെന്റ് പോയിന്റ്സ് അത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ ടെമ്പറേച്ചർ സ്കെയിലിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻട്രൊഡ്യൂസ് 3 stages or 3 theories like that: freezing point, boiling point, normal freezing point, normal boiling point, and third one is എന്താണ് മൂന്നാമത്തത്? ട്രിപ്പിൾ പോയിന്റ് അല്ലേ? ട്രിപ്പിൾ പോയിന്റ്, നോർമൽ ഫ്രീസിംഗ് പോയിന്റ്, നോർമൽ ബോയിലിംഗ് പോയിന്റ്. ഈ 3നും പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ, അങ്ങനെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും ഒരു ട്രിപ്പിൾ പോയിന്റ് ഉണ്ടാവും, ഒരു ഫ്രീസിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ടെമ്പറേച്ചർ സ്കെയിൽ പറയുന്നത്. International practical temperature scale says that there will be a freezing point, there will be a normal boiling point, and there will be a triple point for each substance, like hydrogen, like water, like oxygen, etc. Okay, അതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇതിനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ടെമ്പറേച്ചർ ഇങ്ങനെ മാത്രം ചെയ്താൽ പോലോ, ടെമ്പറേച്ചർ മെഷർ ചെയ്യണ്ടേ? ഫോർ ഫൈൻഡിങ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ കെൽവിനിലേക്കും നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലേക്കും ഫാരൻഹീറ്റിലേക്കും മെഷർ ചെയ്യാനുള്ള വഴി നമുക്കറിയാം അല്ലേ? അതേപോലെ തന്നെ ഈ പറയുന്ന ട്രിപ്പിൾ പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ കേസായിട്ടുള്ള ഈ ലൈക്ക് വാട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഇന്റർനാഷണൽ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാനുള്ളൊരു നമുക്ക് ഇത് വേണം അല്ലേ? എന്ത് ഒരു നോർമൽ ഒരു തിയറി വേണമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് 4 സ്റ്റേജസ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഈ ടേബിൾ പറയുന്നുണ്ട്, പക്ഷേ ഇതിനൊക്കെ 4 സ്റ്റേജസ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ റേഞ്ച് ആണ് അല്ലേ? ഓക്കെ, ഏറ്റവും കുറവ് വരുന്നത് വാട്ടറിനാണ്. റൈറ്റ്? 0.01 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഇതാണ് ഏറ്റവും ചെറിയത് വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വരുന്നത് എത്രയാണ്? 1064, 1064.43. അപ്പോൾ ഇത്രയും വലിയ റേഞ്ച് ഒറ്റയടിക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തായി? ദേ ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 4 സ്റ്റേജസ്. 4 സ്റ്റേജായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. റൈറ്റ്? അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഹൈഡ്രജന്റെ ട്രിപ്പിൾ പോയിന്റ് ടു 0 ഡിഗ്രി സെൽഷ്യസ് -259 അല്ലേ? ഓക്കെ, -295 ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ, -259 ടു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ്. -259 ടു 0 ഡിഗ്രി സെൽഷ്യസ് ഫസ്റ്റ് സ്റ്റേജ്. അതിനെ ബേസ് ചെയ്ത് എന്താണ്? അതിനെ ബേസ് ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്ററിനൊക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതിനാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, R = R0 × 1 + AT + BT² + CT². അത് 4 വരുന്നുണ്ടാവും. ഇനി ഒന്നും കൂടി വന്നാലോ? DT4 ET⁵ അങ്ങനെ പോകും, ഇൻഫിനിറ്റിയിലേക്ക് പോകും. അപ്പോൾ 4 കേസ് ഇത് എടുത്തു കഴിഞ്ഞാൽ A, B, C ഒക്കെ കോൺസ്റ്റൻസ് ആണ്. പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് ഫ്രം -259.34 ടു 0 ഡിഗ്രി സെൽഷ്യസ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്തായിരിക്കും? ആ 0 തൊട്ട് വേറൊരു പോയിന്റ് ആയിരിക്കും അല്ലേ? പിന്നെ ആ പോയിന്റ് തൊട്ട് അങ്ങോട്ടായിരിക്കും. അതായത് നമ്മൾ 1 മുതൽ 10 വരെയുള്ള ഇവയിൽ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത്രയും വലിയ റേഞ്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂല ഒരുമിച്ച്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 1 മുതൽ 3 വരെ ആദ്യം എടുക്കും, 3 മുതൽ 5 വരെ ആദ്യം എടുക്കും, 5 മുതൽ 8 വരെ ആദ്യം എടുക്കും, 8 മുതൽ 10 വരെ എടുക്കും. അങ്ങനെ 4 സ്റ്റേജ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ്, ഏറ്റവും ചെറിയ നെഗറ്റീവ് പോയിന്റ് മുതൽ ഹയസ്റ്റ് പോയിന്റ് വരെയുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -259 + 34 ട്രിപ്പിൾ പോയിന്റ് ഓഫ് ഹൈഡ്രജൻ തൊട്ട് 0 ഡിഗ്രി സെൽഷ്യസ് വരെ.
രണ്ടാമത്തെ സ്റ്റേജ് 0 to 630.74 ആന്റിമണി പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്. അത് ആന്റിമണി പോയിന്റ് എന്താണ്? വട്ട് ഈസ് ആന്റിമണി പോയിന്റ്? നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആന്റിമണി അല്ലേ? ഇതാണത്. അതുവരെ താഴത്തെയാണ്, സോറി, 630.74 ഈ പോയിന്റ് വരെ എന്താണ് സെക്കൻഡ്. അപ്പോൾ ഇത് രണ്ടും വരുന്നത്, ഇത് രണ്ടിനും ടെമ്പറേച്ചർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട ഐഡിയ വരുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്നാണ്. റെസിസ്റ്റൻസ് തെർമോമീറ്റർ ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്ററിലാണ്. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് മെഷർ ചെയ്തിരിക്കുന്നത് ഇതിൽ റെസിസ്റ്റൻസ് തെർമോമീറ്ററിലാണ്. മൂന്നാമത്തെ എടുത്ത് നോക്കിയേ, ഫ്രം 630.74 ആന്റിമണി പോയിന്റ് തൊട്ട് 1064 ഗോൾഡ് പോയിന്റ് വരെ, ഏറ്റവും വലിയ പോയിന്റ് വരെ 1064.60 ഈ ഒരു പോയിന്റ് വരെ 630 to ഗോൾഡ് പോയിന്റ് വരെ. ഗോൾഡ് പോയിന്റ് വരെ എത്തിക്കുന്നത് തേർഡ് സ്റ്റേജ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ തെർമോകപ്പിൾ. തെർമോകപ്പിളിന് ബേസ് ചെയ്തിരിക്കുന്ന ഇക്വേഷനും കാര്യങ്ങളൊക്കെയാണ് ആ തേർഡ് ഗോൾഡ് പോയിന്റിൽ വരുന്നത്, അല്ലെങ്കിൽ ആ തേർഡ് സ്റ്റേജിൽ വരുന്നത്. അവിടെ ഇക്വേഷൻ ഉണ്ട്, E = A + BT + CT². E എന്ന് പറയുന്ന EMF ആണ്. EMF അല്ല കണ്ടുപിടിക്കുന്നത്, തെർമോകപ്പിൾ EMF കണ്ടുപിടിക്കുന്നത്. സോ EMF ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് RT = R0 × 1 + AT എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ടത്. പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഗോൾഡ് പോയിന്റ് മുതൽ മുകളിലേക്ക് എബോവ് 1064.43, എബോവ് 1064.43 പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് 4 സ്റ്റേജ്. ആ 4 സ്റ്റേജ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈസ് ബേസ്ഡ് ഓൺ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് പറയുന്നത് റെസിസ്റ്റൻസ് തെർമോമീറ്ററിനെ ബേസ് ചെയ്തിട്ട്, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് തെർമോകപ്പിളിനെ ബേസ് ചെയ്തിട്ട്, നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ആ പൈറോമീറ്റർ അല്ലെ, റേഡിയേഷന്റെ കേസിൽ വരുന്നതാണ് നാലാമത്തെ. എബോവ് 1064 പോയിന്റ്. അത്രയും ഹൈ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇതിനെ പറ്റൂല. അപ്പോൾ അതിനെ വലിയൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നിരിക്കാം. റൈറ്റ്, അതാണത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ JT at a temperature T emitted by a black body at a wavelength lambda in a visible spectrum, and by comparing this intensity of radiation to lambda AU at the same thing. അപ്പോൾ അത് JT/JU ഈക്വൽ ആ ഇക്വേഷൻ ഉണ്ട്. എക്സ്പോണൻഷ്യൽ ഓഫ് C2 കോൺസ്റ്റന്റ് ആണ്, അതിന് വാല്യൂ ഉണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ വേവ് ലെങ്ത് ആണ്. C2 C1 എന്നൊക്കെ പറഞ്ഞ കോൺസ്റ്റൻസ് ആണ്. JT/JAU എന്ന് പറയുന്നത്, JT എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ, നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ. അത് റെഫറൻസ് പോയിന്റുമായിട്ട് നമ്മൾ ചെയ്തില്ല പോകുന്നത് അല്ലേ? റെഫറൻസ് പോയിന്റ് ഒക്കെ ഉണ്ട് നമുക്ക്. മറ്റേ തെർമോകപ്പിൾ ചെയ്യുമ്പോൾ റെഫറൻസ് പോയിന്റ് ബേസ് ചെയ്തിട്ടില്ല പോകുന്നത്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു പോയിന്റ് തെർമോകപ്പിൾ വന്നു, റെഫറൻസ് പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും തെർമോകപ്പിൾ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായാലും റെഫറൻസ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ റെഫറൻസ് പോയിന്റിന്റെ ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ആണ് JAU എന്ന് പറയുന്നത്. റൈറ്റ്, ഒരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇതൊന്നും അങ്ങനെ പ്രോബ്ലത്തിൽ വരുന്നയോ പ്രോബ്ലം ചോദിക്കുന്നയോ അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കുന്ന കാര്യമല്ല. പക്ഷെ എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. റൈറ്റ്, ഇപ്പം ഇത്രയാണ് കാര്യം. അപ്പം ഈ നമ്മുടെ ഇന്റർനാഷണൽ പ്രാക്ടിക്കൽ ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻ വെച്ചാണ്. ഫ്രീസിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ആൻഡ് ട്രിപ്പിൾ പോയിന്റ് ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസിന് ഒരുപാട് വാല്യൂ ഇസ് ഗിവൺ. ആൻഡ് അത് വെച്ചിട്ട് ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 4 സ്റ്റേജസ്. ഏറ്റവും ചെറുതുനിന്ന് കുറച്ച് മുമ്പ്, അതായത് ആദ്യത്തെ സ്റ്റേജ് ഹൈഡ്രജൻ്റെ ട്രിപ്പിൾ പോയിന്റ് തൊട്ട് 0 വരെ, 0 തൊട്ട് ആന്റിമണി പോയിന്റ് വരെ, ആന്റിമണി പോയിന്റ് തൊട്ട് ഗോൾഡ് പോയിന്റ് വരെ, പിന്നെ ഗോൾഡ് പോയിന്റ് നിന്ന് മുകളിലേക്ക്, അതിന് ശേഷമുള്ളൂ. അങ്ങനെ 4 സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റേജിൽ ചെറിയൊരു ടെമ്പറേച്ചറാണ് മെഷർ ചെയ്യേണ്ടത്. അത് റെസിസ്റ്റൻസ് തെർമോമീറ്റർ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതിന് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. R = R0 × 1 + AT. RT എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്, R0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ടെമ്പറേച്ചർ 0 ആകുമ്പോൾ റെസിസ്റ്റൻസ്. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ ഇത്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റന്റ് ആണ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. റൈറ്റ്, അതാണ് സംഭവം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സെയിം ഇക്വേഷൻ ഒക്കെ വരുന്ന സെയിം റെസിസ്റ്റൻസ് തെർമോമീറ്ററിന്റെ കേസാണ്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ EMF. അത് തെർമോകപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് EMF ഇക്വേഷൻ AT + BT CT³ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ബേസ്ഡ് ഓൺ റേഡിയേഷൻ അല്ലേ? Radiation. And these are the 4 types of classification in International Practical Temperature Scale. Scales are divided into 3. Before 1954, that is Celsius and Fahrenheit. After 1954, that is Kelvin scale. And thereafter 1968 കേസിലൊക്കെ 1960 കേസിലൊക്കെയാണ് ഇത് വരുന്നത്, at like International Practical Scale of Temperature. Okay, so please take your notebook and write a simple question. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. അതായത് നോട്ട് ബുക്ക് എടുക്കാം. സോ പ്ലീസ് ടേക്ക് എ നോട്ട് ബുക്ക്. 2 ചെറിയ പ്രോബ്ലം ചെയ്യാം നമുക്ക്. 2 ചെറിയ പ്രോബ്ലം.
notebook, please. എടുത്തില്ലേ? നോട്ട്ബുക്ക് എടുത്ത് വരാൻ പറഞ്ഞില്ലേ? സോ നമുക്ക് അറിയുന്ന ഒരു ചെറിയ പ്രോബ്ലം ആദ്യം ചെയ്യാം. രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്യണം. സോ പ്ലീസ് റൈറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Express the temperature of 91 degrees Celsius. Express the temperature of 91 degrees Celsius in express the temperature of 91 screen question. First question. Express the temperature of 91 degrees Celsius in Fahrenheit scale. Fahrenheit and Kelvin scale. First one Fahrenheit, second one Kelvin. Express the temperature of 91 degrees Celsius in Fahrenheit scale, Kelvin scale. ഒന്ന് കണ്ടുപിടിച്ചേ. ഇക്വേഷൻ ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ലോ അല്ലേ? അതായത് ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആയിരിക്കണം. ഇതായിരിക്കും സ്കെയിൽ ചെയ്തത്. അതായത് C by 100 equal to F minus 32 by 180 അല്ലേ? This is the equation. C by 100 equal to F minus 32 180. So കണ്ടുപിടിക്കേണ്ട express the temperature of 91 degrees Celsius. അപ്പോൾ C എന്താണ്? 91. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തേ. C 91 ആണെങ്കിൽ F എന്തായിരിക്കും? ആൻഡ് കെൽവിൻ സ്കെയിൽ എന്തായിരിക്കും? കെൽവിൻ സ്കെയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? കെൽവിൻ സ്കെയിൽ കിട്ടണമെങ്കിൽ 91 plus 273 അറിയാലോ. 91 plus 273 ആണ് കെൽവിൻ സ്കെയിലേക്ക് വരുന്നത്. ആൻഡ് ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ചോദിക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങളുടെ സിലബസ് പ്രകാരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിരിക്കുന്ന ചോദ്യം കേട്ടോ ഈ മൊഡ്യൂളിൽ നിന്ന്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഇത്രയും സിമ്പിൾ പ്രോബ്ലമാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ. ഫൈൻഡ് ഫാരൻഹീറ്റ് എന്താണ് കിട്ടിയ ആൾക്കാരൊന്ന് പറഞ്ഞേ. എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞേ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എഫ്? ഡിഗ്രി ഫാരൻഹീറ്റ്. കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞടാ. 195 വാല്യൂ ഉണ്ടോ? ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഡെസിമൽ പോയിന്റ് ഉണ്ടാവുമല്ലോ. 195.8 ആണോ? C by 100. അപ്പോൾ F എന്തായിരിക്കും? F minus 32 എന്ന് പറയുന്നത് F minus 32 ആണ്. അതായത് 180 into 91 അല്ലേ? ഡിവൈഡ് ബൈ 100 163.8 കിട്ടും അല്ലേ? F minus 32 equal to 163.8. Therefore F is equal to this plus 32. 195.8 അല്ലേ? 195.8 ഇതാണ് സംഭവം. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നതുപോലെ. സോ ഒരു ക്വസ്റ്റ്യനും കൂടി ഈ ഒരു നോട്ട് ചെയ്തോ. ഇത് ചോദിക്കാൻ സാധ്യതയില്ല എന്നാൽ പോലും ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യും. നിങ്ങൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പം പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞ ആവറേജ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ സ്കെയിൽ ഓഫ് അതിനകത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ EMF ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു ആൻഡ് റെസിസ്റ്റൻസിന് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്തായി എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. എ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങളെ വരുള്ളൂ. ഈ രണ്ട് ചോദ്യം മീൻസ് ഈ ഒരു ടൈപ്പുള്ള രണ്ട് ചോദ്യം. എ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ ഹാസ് resistance of 2.8 ohm. A platinum resistance thermometer has a resistance of 2.8 ohm. 2.8 ohm. At 0 degrees Celsius. And 3.8 ohm at 100 degrees Celsius.
and 3.8 ohm at 100 degrees Celsius. Calculate the temperature when the resistance indicated is 5.8 ohm. Calculate the temperature when the resistance indicated is 5.8 ohm. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? R equal to R0 into 1 plus AT plus BT square plus CT cube അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ചെന്നിരിക്കുന്ന എത്ര ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ടെമ്പറേച്ചറെ കുറിച്ചാണ് പറയുന്നത്. ഒരു ടെമ്പറേച്ചറെ കുറിച്ച് പറയുന്നത് അല്ലേ? ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് പറയുന്നുണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ്. അത് രണ്ട് കേസ് തന്നെ, പക്ഷേ ടെമ്പറേച്ചർ അധികം ഈ ഇക്വേഷൻ കുറേ വരുന്നില്ല. അപ്പം നമുക്ക് ഈ പറയുന്ന സ്ക്വയറിൻ്റെ കേസൊന്നും വേണ്ട. ചെറിയ സിമ്പിൾ പ്രോബ്ലം ആണ്. 1 plus AT മാത്രം മതി. R equal to R0 into 1 plus AT. കാരണം വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ലേ ഇത്. ചോദിക്കണമെങ്കിൽ ചെറിയ പ്രോബ്ലം ചോദിക്കുള്ളൂ. ഒരുപാട് കോംപ്ലക്സ് ആയ ചോദ്യമല്ലേ ഇത്. സോ ഇത് സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് ഒരു ടെമ്പറേച്ചറിനെ കുറിച്ച് മാത്രം പറയുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിന് പുറമെ 0 ഡിഗ്രി സെൽഷ്യസിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? 0 ആയിട്ട് വരില്ല എന്തായാലും. അപ്പോൾ ഒരു ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വേറെ ടെമ്പറേച്ചർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം ഇങ്ങനെ കിട്ടും. സോ ഈ ക്വസ്റ്റൻ എഴുതി വെച്ചല്ലോ. ക്വസ്റ്റൻ എനിക്ക് R equal to R0 plus 1 plus AT plus 1 plus AT plus BT square എന്ന് എഴുതി വെക്കാം. എന്നിട്ട് ഹിയർ BT square plus CT cube അങ്ങനെയാണല്ലോ പോകുന്നത്. സോ ഹിയർ R0 equal to R0 into എഴുതിത്തരാം. R equal to R0 into 1 plus AT മാത്രമാണ് കാണുന്നത്. സോ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നു resistance of a platinum resistance thermometer has a resistance of 2.0 ohm at 0 degree Celsius. അല്ലേ? അപ്പോൾ താഴെ എഴുതുക R0 equal to resistance at 0 degree Celsius. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് RO എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പോൾ ക്വസ്റ്റൻസിൽ അങ്ങനെ തന്നിരിക്കുന്നത് ROന്റെ വാല്യൂ തരാൻ വേണ്ടിയിട്ടാണ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഓം എന്ന് പറഞ്ഞിരിക്കുന്നത്. 0യിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കാൻ കാരണം ROന്റെ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ RO എന്താണെന്ന് ആദ്യം എഴുതി വെക്കുക. RO equal to resistance at 0 degree Celsius. That is RO equal to 2.8 ohm അല്ലേ? RO ആണ് തന്നിരിക്കുന്നത്. ആൻഡ് 2.8 ohm and 3.8 ohm at 100 degree Celsius. 3.8 ohm at 100 degree Celsius. അപ്പോൾ R equal to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 degree Celsius. സോറി, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് R equal to 3.8 ohm. അപ്പോൾ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസും R0 എന്ന് പറഞ്ഞാൽ 0യിലുള്ള റെസിസ്റ്ററുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടെമ്പറേച്ചർ ആണല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസിലെ ടെമ്പറേച്ചർ അല്ല കണ്ടുപിടിക്കേണ്ടത്. എവിടെയുള്ളതാ? കാൽക്കുലേറ്റ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഈസ് ഇൻഡിക്കേറ്റഡ് അറ്റ് 5.8 ohm. അപ്പോൾ ഈ കാര്യങ്ങൾ കാര്യമൊക്കെ തന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? ഈ ക്വസ്റ്റനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് എന്റെ വാല്യൂ അറിയില്ല. എ ഇസ് കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ? എ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി കഴിഞ്ഞാൽ ആൽഫ നോക്കിയാൽ കാണാൻ കഴിയുക. അതായത് R0 into 1 plus ആൽഫ ടി എന്നൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ആൽഫ ടി പ്ലസ് ബീറ്റ ടി ക്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ പോവുക. അപ്പോൾ എ ബി സി ആ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, എന്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ആൽഫേൻ്റെ ഇവിടെ എ തന്നെ നമ്മൾ എടുക്കുക. R equal to R0 into 1 plus ആൽഫ ടി. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്റെ വാല്യൂ ആണ്. അപ്പം ഇക്വേഷൻ എങ്ങനെ എഴുതാം? R എന്ന് പറഞ്ഞാൽ എന്താ? R 3.8 ohm ഈക്വൽ ടു R0 എന്താണ്? 2.8 into 1 plus A അറിയില്ല, A into 100. ടീൻ്റെ വാല്യൂ 100 എടുക്കുകയാണ്. അതായത് ആദ്യം തന്ന കേസ് എന്താണ്? ആദ്യം തന്ന കേസ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള കേസാണ് അല്ലേ? അവിടെ R0ന്റെ വാല്യൂ പറയാൻ വേണ്ടിയിട്ടാണ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ഇതിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്ന Rന്റെ വാല്യൂ. അപ്പോൾ T എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അവിടെ നമ്മൾ എന്റെ വാല്യൂ കാണാം. A equal to അവിടെ നമ്മൾ എന്റെ വാല്യൂ കാണാം. എന്റെ വാല്യൂ എന്തായിരിക്കും? 3.8 ഡിവൈഡഡ് ബൈ 2.8 അല്ലേ? ഈ ഇതാവട്ടേക്ക് എടുക്കുക. 2.8 ബ്രാക്കറ്റ് മാത്രം എപ്പോഴും ഈക്വൽ ടു 1 plus 100A എന്ന് അല്ലേ? 100A. അപ്പോൾ 1 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ? അതായത് ഇംപ്ലൈസ് 3.8 ഡിവൈഡഡ് ബൈ 2.8 മൈനസ് 1 ഈക്വൽ ടു 100A. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
ഡിവൈഡ് ബൈ 100 കൊടുത്തു കഴിഞ്ഞാൽ എ കിട്ടും അല്ലേ. കോൺസ്റ്റന്റ് എ വിൽ ബി എ കിട്ടും. അത് നിങ്ങൾ ചെയ്യാം. 3.8 by 2.8 minus 1 ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ 100 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻറ്റു 10⁻², അല്ലേ. ഡിവൈഡ് ബൈ 100 തന്നെയാണെന്ത്, ഇൻറ്റു 10⁻². കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ വാല്യൂ കിട്ടും. എൻ്റെ വാല്യൂ കിട്ടും, കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. .00357 എന്തൊക്കെയാണെന്ന് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 0.357 10⁻² ഉണ്ട്. 3.8 by 2.8 minus 1 ചെയ്യാം, അതിന് ഇൻറ്റു 10⁻² ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 100 ചെയ്യാം. അങ്ങനെയാകുമ്പോൾ 0.00357 എന്നൊക്കെയാണ് വരിക. 0.00357 ആണോ? 3.8 by 2.8 minus 1 equal to 0.357 അല്ലേ. അപ്പോൾ 10⁻²നും അല്ലെങ്കിൽ പിന്നെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 0 കൂടി പ്ലേസ് അപ്പുറത്തേക്ക് പോകും. എന്ത് കിട്ടും? 0.00357 ആണെന്നാണ്. റൈറ്റ്. അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. എന്നിട്ട് നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. എൻ്റെ വാല്യൂ നമുക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻ. ടെമ്പറേച്ചർ എത്രയാണ്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് 5.8 ആകുമ്പോൾ ടെമ്പറേച്ചർ കണ്ടിരിക്കാം. അതായത് R equal to 5.8, R0 equal to 2.8. ആദ്യം 0 ഡിഗ്രിയിലുള്ള തന്നിരിക്കുന്നത് ആദ്യം ഒറ്റ കണ്ടീഷനാണ്. 0 ഡിഗ്രിയിൽ എന്തായാലും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. 0 ഡിഗ്രി റെസിസ്റ്റൻസിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. R 5.8 ആകുമ്പോഴുള്ള വാല്യൂ. R equal to R0 equal to എൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടി 0.00357. T ആണ് കണ്ടുപിടിക്കേണ്ടത്. T ഇക്വേഷനിൽ T മാത്രമേ അൺനോൺ ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവുള്ളൂ. സോ we can compute the value of T. 5.8 equal to 2.8 into 1 plus 0.00357 into T and find the value of T. Find the value of T. T conditional answer. T is answer. ചെയ്തു നോക്കിയേ എത്ര കിട്ടുന്നു. എത്രയാണ് വില കിട്ടുന്നത്? അടിയിൽ കൊണ്ടുപോവാ. 5.8 ഡിവൈഡ് ബൈ 2.8 കൊണ്ടുപോവാ. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. എ കാണാൻ വേണ്ടി ചെയ്തു, ഇവിടെ ടി കാണുന്നു. നേരത്തെ എ കാണാൻ ചെയ്തു, ഇപ്പോൾ ടി കാണാൻ വേണ്ടി ചെയ്തു. എത്ര കിട്ടുന്നത്? എനിവൺ? 5.8 equal to 5.8 divided by 2. ഇങ്ങനെ ചെയ്യാം അല്ലേ. 5.8 divided by 2.8 minus 1 equal to 0.00357 into T. T എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഡിവൈഡ് ബൈ 0.00357 ചെയ്താൽ മതി T കിട്ടാൻ. $300 ഒന്നും കിട്ടുന്നുണ്ടോ? 300.12 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? യെസ് സർ. ഓക്കെ. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 300 ഡിഗ്രി സെൽഷ്യസ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 300 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ചോദ്യം. ഈ ഒരു മോഡൽ ചോദ്യങ്ങളിലേക്ക് വരുള്ളൂ. എല്ലാവർക്കും കിട്ടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. അപ്പോൾ ആ ഒരു മോഡലാണ് നിങ്ങൾക്ക് ഈ മോഡലിൽ നിന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. അറ്റ് പ്രോബ്ലം. റൈറ്റ്. സോ can conclude our class.